2024 മലയാള സിനിമാ വ്യവസായിക നഷ്ടം 700 കോടിയോളം രൂപയെന്ന് നിർമ്മാതാക്കളുടെ സംഘടന. അഭിനേതാക്കളുടെ പ്രതിഫലത്തിൽ ഗണ്യമായ വർധനവുണ്ടായി. പ്രതിഫലം കുറയ്ക്കാത്തത് വലിയ പ്രതിസന്ധി. 1000 കോടി രൂപ മുതൽ മുടക്കി ഇറങ്ങിയ 199 മലയാള ചിത്രങ്ങളിൽ ലാഭമുണ്ടാക്കിയത് 26 എണ്ണം മാത്രമെന്നും നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ഡാനി പോൾ നമുക്കൊപ്പം ചേരുന്നു. ഡാനി, ഒരുപിടി സൂപ്പർ ഹിറ്റുകൾ പിറന്നൊരു വർഷം കൂടിയാണ് 2024. പക്ഷേ ആകെത്തുകയായി നോക്കുമ്പോൾ മലയാള സിനിമ ഇപ്പോഴും നഷ്ടത്തിലാണ് എന്നുള്ളതാണ് പറയുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാണുന്നത്, ആര്യ. കാരണം ജനുവരി മുതൽ ഇതുവരെ റിലീസായത് ആകെ 204 ചിത്രങ്ങൾ എന്നാണ് ഇവരുടെ ഒരു പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ 199 ചിത്രങ്ങൾ പുതിയ റിലീസും അതോടൊപ്പം തന്നെ 5 ചിത്രങ്ങൾ പഴയ ചിത്രങ്ങൾ റിലീസ് ചെയ്തതുമായ ചിത്രങ്ങളുണ്ട്. ഇതിൽ പുതിയതായി റിലീസ് ചെയ്ത 199 ചിത്രങ്ങളിൽ 26 എണ്ണം മാത്രമാണ് സൂപ്പർ ഹിറ്റ്, അതോടൊപ്പം തന്നെ ഹിറ്റ്, ആവറേജ് അങ്ങനെയുള്ള ആ നിലകളിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന ചിത്രങ്ങൾ അത് മാത്രമേ ഉള്ളൂ. അതായത് മുടക്ക് മുതലും ഒരു ലാഭത്തിലേക്ക് അടക്കം പോയത് ഈ 26 ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ഇവർ തന്നെ പുറത്തിറക്കുന്ന ഈ കണക്കുകൾ പറയുന്നത്. 300 കോടി മുതൽ 350 കോടി വരെയും ഇതിൽ ഒരു ലാഭത്തിന്റെ കണക്കുകൾ വരുമ്പോൾ അതിൽ വന്ന ചിത്രങ്ങളുടെ ഒരു കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. 700 കോടിയോളം രൂപ ചിത്രങ്ങളിൽ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഇതുവരെ ഈ 1000 കോടിയോളം രൂപയുടെ ഒരു ചിത്രങ്ങളുടെ കണക്കെടുക്കുമ്പോൾ 700 കോടിയോളം രൂപ നഷ്ടമുണ്ടാക്കിയിട്ടുള്ള ചിത്രങ്ങളാണ് ബാക്കിയുള്ള. ഒരു ചലനവും സൃഷ്ടിക്കാതെയാണ് പലതും കടന്നു പോയിട്ടുള്ളതെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കണക്കുകൾ സഹിതം വ്യക്തമാക്കുന്നു. റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ നേട്ടമുണ്ടാക്കിയത് ദേവദൂതൻ എന്ന് പറയുന്ന മോഹൻലാലിന്റെ സിനിമ മാത്രമാണ് അതിൽ റിലീസ് ഉണ്ടായത്. കാരണം നമുക്ക് ഇപ്പോഴറിയാം റിലീസ് ചിത്രങ്ങളുടെ ഒരു വലിയ കാലമാണ് വരുന്നത്. അതിൽ ഇതുവരെയുള്ള കണക്കുകളിൽ 5 ചിത്രങ്ങൾ വന്നതിൽ ഒരു ചിത്രം മാത്രമാണ് അതിൽ തിയേറ്ററുകളിൽ ഒരു അനക്കമുണ്ടാക്കുക, ലാഭമുണ്ടാക്കുക വന്നിട്ടുള്ളത്. ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ അടക്കം നിർമ്മാണ ചിലവും കാര്യങ്ങളും എല്ലാം തന്നെ ഉയർന്നിട്ടുണ്ട്. അഭിനേതാക്കളുടെ പ്രതിഫല ഇനത്തിൽ തന്നെ ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയാണ് സിനിമാ നിർമ്മാണം സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം, അഭിനേതാക്കൾ സഹകരിച്ചുകൊണ്ട് പോകണമെന്നാണ് അവർ നിർദ്ദേശിക്കുന്നത്. ഓക്കെ, ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. മലയാള സിനിമ ഇപ്പോഴും സാമ്പത്തികമായി വ്യവസായത്തിൽ പിന്നോട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിടുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്.